ഹായ് മൈ ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അതിലുള്ള അവകാശങ്ങളെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. ബിൽ ഓഫ് റൈറ്റ്സ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ ഇനി മൗലികാവകാശങ്ങൾ എന്താ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. പ്രധാനമായിട്ടും 6 മൗലികാവകാശങ്ങളാണുള്ളത്. ഫസ്റ്റ് വണ്ണാണ് സമത്വത്തിനുള്ള അവകാശം. മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും 6 മൗലികാവകാശങ്ങളാണുള്ളത്. ഒന്നാമത്തതാണ് സമത്വത്തിനുള്ള അവകാശം. സമത്വം മീൻസ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളൊരർത്ഥമാണ് സമത്വം. ഈ സമത്വത്തിനുള്ള അവകാശം എന്നതുകൊണ്ട് എന്നൊരു മൗലികാവകാശം ഉൾക്കൊള്ളുന്നത് 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളിലാണ്. ഓക്കെ, 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളിലാണ് സമത്വത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശം ഉൾക്കൊള്ളുന്നത്. ആദ്യത്തെ മൗലികാവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. സമത്വം എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും തുല്യരാണ് എന്നുള്ളൊരർത്ഥമാണ്. അപ്പോൾ ഈ സമത്വത്തിനുള്ള അവകാശത്തിന് കീഴിൽ ഒരുപാട് സബ് റൈറ്റ്സ് വരുന്നുണ്ട്. അതായത് അതിൻ്റെ കീഴിൽ ഒരുപാട് മറ്റു അവകാശങ്ങൾ ഇങ്ങനെ ഏതൊക്കെയാണ് സമത്വത്തിൽ വരുന്നത് എന്നതിനെക്കുറിച്ച് ഓരോ അവകാശങ്ങളും വേർതിരിച്ചിട്ട് ഓരോ വകുപ്പുകൾ പറയുന്നുണ്ട്. അതിലൊന്നാമത്തതാണ് എന്ത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരും. നിയമം മുഖേന എല്ലാവർക്കും തുല്യ സംരക്ഷണം നൽകലും. എന്താണ്? നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന എല്ലാവർക്കും സംരക്ഷണം. ഇത് 14-ാമത്തെ വകുപ്പാണ്. നമ്മൾ പറഞ്ഞു 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശമുള്ളത്. അതിൽ 14-ാമത്തെ വകുപ്പാണെന്ത്? നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന എല്ലാവർക്കും തുല്യ സംരക്ഷണം. ഈ നിയമത്തിന് മുന്നിൽ സമത്വം എന്ന ആശയം ഉരുത്തിരിഞ്ഞു വന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും, അതുപോലെ നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നത് അമേരിക്കൻ ഭരണഘടനയിലും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു ആശയമാണ്. നിയമത്തിന് മുന്നിൽ സമത്വം ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും തുല്യ നിയമമായിരിക്കണം. അല്ലാതെ ഒരാൾക്ക് ഇന്ന നിയമം മറ്റൊരാൾക്ക് ഇന്ന നിയമം അങ്ങനെ ഇന്ത്യയിൽ പാടില്ല. ഇനി നിയമം മുഖേന നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ട് കോടതി പോവുകയാണെങ്കിൽ അവിടെയും എല്ലാവർക്കും തുല്യ നിയമം നീതിയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതാണ് ഈ ഒരു സമത്വം എന്നുള്ളൊരാശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമതാണ് ഏത്? വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. അത് 15-ാം വകുപ്പിലാണ്. 14-ാം വകുപ്പ് സമത്വത്തിന് മുന്നിൽ എല്ലാവരും, നിയമത്തിന് മുന്നിലുള്ള സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം. 15-ാം വകുപ്പാണ് വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. ജാതി, മതം, വർഗം, ലിംഗം, ജന്മദേശം ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിവേചനവും പാടില്ല എന്നതാണ് വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം എന്ന മൗലികാവകാശത്തിൽ ഉൾക്കൊള്ളുന്നത്. ഓക്കെ, ജാതി, മതം, വർഗം, ലിംഗം, ഭേദം, ജന്മദേശം ഇവയുടെ അടിസ്ഥാനത്തിലൊന്നും യാതൊരു വിവേചനവും പാടില്ല. ഇത് 15-ാം വകുപ്പിൽ ഉൾക്കൊള്ളുന്നതാണ്. പിന്നീട് പറയുന്നതാണ് എന്ത്? അവസര സമത്വം. അവസര സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും തുല്യമായ രീതിയിൽ അവസരങ്ങൾ ലഭിക്കണം. അതായത് 16-ാം വകുപ്പാണ് ഇത് വരിക. രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഏത് സ്ഥാപനത്തിലും ജോലി ചെയ്യാൻ തുല്യമായിട്ടുള്ള അവസരങ്ങൾ എല്ലാവർക്കും നൽകണം എന്നുള്ളതാണ് അവസര സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അവസര സമത്വം ഉണ്ടെങ്കിൽ കൂടിയിട്ട്
നമ്മുടെ പിന്നാക്ക വിഭാഗക്കാർക്ക്, അതുപോലെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക്, സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നാക്കം നിൽക്കുന്നവർക്ക്, വികലാംഗർക്ക്, ഇവർക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള സംവരണങ്ങൾ ഭരണഘടന ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പരിധിയിൽ വെച്ചുകൊണ്ട്. പക്ഷെ എന്നാൽ എന്തിരിക്കണം, എല്ലാവർക്കും തുല്യമായിട്ട് രാഷ്ട്രത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തൊഴിൽപരമായിട്ട് തുല്യാവസരങ്ങൾ ലഭിക്കണം എന്നാണ് ഈ ഒരു മൗലികാവകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 14, 15, 16 വകുപ്പുകൾ ഏതൊക്കെയാണല്ലോ. ഇനി 17ാമത്തത് അയിത്ത നിർമ്മാർജ്ജനം. അയിത്തം മീൻസ് അൺടച്ചബിലിറ്റി. നമ്മൾ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഇതാണ്, ഉയർന്ന വർഗ്ഗക്കാരെ ടച്ച് ചെയ്യാൻ പാടില്ല, അവർ നടക്കുന്ന വഴികളിലൂടെ നടക്കാൻ പാടില്ല. അപ്പോൾ ഇതിനെതിരെ വന്നിട്ടുള്ളൊരു മൗലികാവകാശമാണ് അയിത്ത നിർമ്മാർജ്ജനം. ഈ അയിത്ത നിർമ്മാർജ്ജനത്തിലൂടെ നമുക്ക് സാമൂഹികപരമായിട്ടുള്ളൊരു നീതി നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. സമൂഹത്തിൽ സാമൂഹികപരമായിട്ടുള്ളൊരു നീതി നമുക്ക് നടപ്പിലാക്കാൻ കഴിയും അയിത്ത നിർമ്മാർജ്ജനത്തിലൂടെ. എങ്ങനെയാണ് സാമൂഹികപരമായിട്ടുള്ള നീതി? താഴ്ന്നവർ ഉയർന്നവർ എന്നുള്ളൊരു ആ ഒരു വ്യത്യാസം നമുക്ക് ഒഴിവാക്കി കളയാൻ കഴിയും. അതുപോലെ തന്നെയാണ് 1955 അയിത്ത വിരുദ്ധ നിയമം. 1955 വന്നിട്ടുള്ളതാണ് അയിത്ത വിരുദ്ധ നിയമം. ഈ അയിത്ത വിരുദ്ധ നിയമം വഴി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിട്ടുള്ള അയിത്താചരണങ്ങളെ ഒഴിവാക്കാൻ കഴിഞ്ഞു. അത്തരത്തിലുള്ള ഒരു ആചരണങ്ങളും പാടില്ല എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അവസാനത്തെ 18ാമത്തെ വകുപ്പാണിത്. 14 മുതൽ 18 വരെ സമത്വം എന്നുള്ളൊരു അവകാശമാണ്. അപ്പോൾ 18ാമത്തെ വകുപ്പാണ് പട്ടാള ബഹുമതികളും വിദ്യാഭ്യാസ ബഹുമതികളും ഒഴിച്ചുള്ള മറ്റു ബഹുമതികൾ സ്വീകരിക്കുന്നതിനെ നമ്മുടെ ഭരണഘടന വിലക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രത്തെ വിലക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് 18ാമത്തെ ഒരു വകുപ്പ് പറയുന്നത്. പട്ടാള ബഹുമതികളും വിദ്യാഭ്യാസ ബഹുമതികളും ഒഴിച്ചിട്ട്. പക്ഷെ ഇതിൻ്റെ കീഴിൽ തന്നെ എന്തുണ്ട്? നമ്മുടെ സേവനങ്ങൾക്കുള്ള ബഹുമതികൾ നമുക്ക് നൽകാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഭാരതരത്നം, അതുപോലെ പത്മശ്രീ, ഇങ്ങനെയുള്ള പുരസ്കാരങ്ങളൊക്കെ ഭരണഘടന അനുവദിച്ചിട്ടുണ്ട്. ധീരതക്കുള്ള അവാർഡുകൾ ഇതും ഭരണഘടന അനുവദിച്ചിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു ഇന്ത്യക്കാരന് മറ്റൊരു രാഷ്ട്രത്തിൽ നിന്ന് ഒരു പുരസ്കാരം വാങ്ങണമെങ്കിൽ പ്രസിഡന്റിൻ്റെ അനുമതി ആവശ്യമാണ്. അപ്പം പട്ടാളപരമായിട്ടുള്ളതും വിദ്യാഭ്യാസപരമായിട്ടുള്ള ബഹുമതികൾ കൂടാതെയുള്ള മറ്റ് ബഹുമതികൾ ഭരണഘടന വിലക്കിയിട്ടുണ്ട്. അതിൽ ഒഴിവാക്കിയിട്ടുള്ളത് സേവനത്തിന്, ധീരതക്ക്, അതുപോലെ ഭാരതരത്നം, പത്മശ്രീ ഇങ്ങനെയുള്ള പുരസ്കാരങ്ങളൊക്കെ ഇതിൽ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സമത്വത്തിനുള്ള ഒരൊറ്റ മൗലികാവകാശത്തെക്കുറിച്ചാണ്. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ വകുപ്പുകളിലാണ് ഈ ഒരു അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പ്രത്യേകമായിട്ട് വന്നത് സമത്വം, വിവേചനം, അയിത്തം, ബഹുമതികൾ പട്ടാളം, വിദ്യാഭ്യാസപരമായിട്ട് കൂടാതെയുള്ള ബഹുമതികൾ രാഷ്ട്രം വിലക്കിയിരിക്കുന്നു എന്നുള്ളതും, ഇങ്ങനെ ഒരു 14, 15, 16, 17, 18 5 വകുപ്പുകളാണ് സമത്വത്തിനുള്ള അവകാശം എന്ന ഒരു അവകാശത്തിൻ്റെ കീഴിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു മൗലികാവകാശമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബായ്.